الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വാബോധത്തോടുകൂടി ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളിലും മധ്യമ നിലപാട് സ്വീകരിക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഈ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉമ്മത്തൻ വസത്തൻ എന്ന രീതിയിലാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, അതുപോലെ നിങ്ങളെ നാം മധ്യമ നിലപാടുള്ള ഒരു സമൂഹമാക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എന്തിനാണത്? ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് ജീവിതം കൊണ്ട് സാക്ഷികളാകാൻ വേണ്ടിയാകുന്നു അത്. നമുക്കറിയാം, മനുഷ്യർ പല നിലപാടുകൾ എടുത്തുകൊണ്ട് ജീവിതം നയിക്കുന്നവരാണ്. ഈ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തൻ വസത്തൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള സൂറ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറ അൽ ബഖറയാണ്. സൂറ അൽ ബഖറയിൽ 286 ആയത്തുകളാണുള്ളത്. ആ സൂറയുടെ വസ്തിൽ തന്നെയാണ് 143-ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വിശേഷണം നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ വാചകഘടനയിലുള്ള അമാനുഷികത വരെ അതിൽ നമുക്ക് കാണാൻ കഴിയും. ആ സൂറയിലെ വസത്തൻ എന്ന ഈ പദപ്രയോഗം ഖുർആനിൽ ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഔസത്ത്, വുസ്ത എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഖുർആനിലുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ഉമ്മത്ത് അവർ തീവ്രതക്കും ജീർണതക്കും മധ്യേയുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും സാക്ഷികളായിക്കൊണ്ട് ജീവിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്താവനയിലൂടെ നമ്മോട് ഉണർത്തുന്നത്. അത് നമ്മുടെ വിശ്വാസകാര്യത്തിലാകട്ടെ മധ്യമമായ നിലപാടാകണം. അതിൽ ജീർണതയുണ്ടാകാൻ പാടില്ല, തീവ്രതയുണ്ടാകാൻ പാടില്ല. ആരാധനകളിലും ആചാരങ്ങളിലും അങ്ങനെ തന്നെ
ജീർണതയിലേക്ക് കൂപ്പുകുത്താൻ പാടില്ല. തീവ്രമായ അനുഷ്ഠാന തീവ്രതകൾ നമ്മൾ വെച്ചു പുലർത്താനും പാടില്ല. നമ്മുടെ ക്രയവിക്രയങ്ങളിലൊക്കെ തന്നെ ഈ ഒരു നിലപാടാണ് നമുക്കുണ്ടാകേണ്ടത് എന്നാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായ വിനിമയങ്ങളിൽ അത് ഖുർആൻ പലയിടങ്ങളിൽ നമ്മെ ഉണർത്തുന്നുണ്ട്. സാമ്പത്തികമായ ഇടങ്ങളിലുള്ള ജീർണത എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുക എന്നുള്ളതാണ്. അതിലുള്ള തീവ്രത എന്ന് പറഞ്ഞാലോ ദുർവ്യയവും ധൂർത്തും, സമ്പത്ത് ലക്കും ലഗാനുമില്ലാതെ വാരി വിതറുന്ന അവസ്ഥയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ സമ്പത്ത്. നമ്മൾ എത്ര വലിയ ആളുകളാണെങ്കിലും എത്ര സമ്പന്നരാണെങ്കിലും നമ്മൾ അള്ളാഹു തന്ന സമ്പത്തിൻ്റെ കൈകാര്യകർത്താക്കൾ. നമ്മൾ വെറും ട്രസ്റ്റി മാത്രമാണ്, അതിൻ്റെ ഉടമകളല്ല. ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് ആർക്കൊക്കെ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു എണ്ണി പറയുന്നുണ്ട്. വാതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബിനസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാതീൻ വകാനശ് ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. വാതിദൽ ഖുർബാ ഹഖഹു, അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ അവകാശങ്ങൾ നൽകണം. നമ്മൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കണം, അതിൽ മിതത്വം പാലിക്കണം. എന്നാലോ നിങ്ങൾക്ക് ഏറ്റവും കടപ്പെട്ട അടുത്ത ബന്ധുക്കൾ, അവർക്ക് നിങ്ങളുടെ സ്വത്തിൽ നിന്ന് കൊടുക്കണം. മിസ്കീനുകളായ ആളുകൾക്ക് കൊടുക്കണം. അതേപോലെ തന്നെ അനാഥരായ ആളുകൾക്ക് കൊടുക്കണം, വഴിപോക്കർക്ക് കൊടുക്കണം എന്നൊക്കെ ഖുർആൻ പറയുന്നു. വലാ തുബദ്ദിർ തബ്ദീറ, സമ്പത്ത് ഉണ്ടെന്ന് കരുതി അത് വാരി വിതറാനുള്ളതല്ല, ദുർവ്യയം നടത്താനുള്ളതല്ല. നിങ്ങൾ അതിൽ മിതത്വം പാലിക്കണം, മധ്യമ നിലപാട് സ്വീകരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. കാരണം എന്താണോ, ഇങ്ങനെ സമ്പത്ത് കൊണ്ട് ദുർവ്യയം നടത്തുന്ന ദൂർത്തടിക്കുന്ന ആളുകളെ അള്ളാഹു ഉപമിച്ചിട്ടുള്ളത് അവർ പിശാചിൻ്റെ സഹോദരങ്ങളാണ് എന്നാണ്. ഇങ്ങനെ ഒരു ഉപമ ഖുർആനിൽ വേറെ ഒരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാതീൻ, സമ്പത്ത് മിതമായി ചെലവഴിക്കാത്ത, ദുർവ്യയം നടത്തുന്ന, ദൂർത്തടിക്കുന്ന ആളുകൾ പിശാചിൻ്റെ സഹോദരങ്ങളാണ്. വകാനശ് ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ, ചെകുത്താനാകട്ടെ തൻ്റെ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. അതുകൊണ്ട് ആ സ്വഭാവം നിങ്ങൾ ഒരിക്കലും വെച്ച് പുലർത്താൻ പാടില്ല എന്നതാണ്. നമുക്ക് നല്ല ഒരു വീടുണ്ടാകുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല. നമുക്ക് നല്ലൊരു വാഹനം ഉണ്ടാകുന്നതിന് ഇസ്ലാം എതിരല്ല. നമ്മൾ മാന്യമായ നല്ല ജീവിതം നയിക്കുന്നതിന് ഇസ്ലാം എതിരല്ല. പക്ഷേ ചില പരിധികളും അതിരുകളും ഒക്കെ എല്ലാറ്റിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഇന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ പൊതുവായ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ അവർ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ലളിതമായി ഇസ്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു കാര്യത്തിനാണ്. അതാണ് വിവാഹം. നോക്കൂ, നിങ്ങൾ എത്ര ലളിതമായി ഒരു വിവാഹം നടത്താമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വരനും വധുവും വലിയും 2 സാക്ഷികളും മഹറും ഉണ്ടായാൽ വിവാഹം നടക്കുകയാണ്. എല്ലാവരെയും വിളിച്ച് ഒരു വലീമ, വിവാഹ സൽക്കാരം നടത്തുക, വിവാഹം പരസ്യപ്പെടുത്തുക, ഇതൊക്കെയാണ് അതിലുള്ള നബിചര്യകൾ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ലളിത മനോഹരങ്ങളായ എത്രയോ വിവാഹങ്ങൾ സഹാബത്തിനിടയിൽ നടന്നിട്ടുണ്ട്. ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ഈ കാട്ടിക്കൂട്ടലുകൾ നിങ്ങൾ നോക്കൂ, അത് വെറും പൊങ്ങച്ചത്തിന് വേണ്ടി, ദുരഭിമാനത്തിന് വേണ്ടി ആണ് ഇത്തരം വിവാഹത്തിലുള്ള കോപ്രായങ്ങളും ആഭാസങ്ങളും ഈ ഉമ്മത്തിലെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അള്ളാഹു അത്തരക്കാരെ ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, പൊങ്ങച്ചക്കാരും ദുരഭിമാനികളുമായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തവരുടെ പട്ടികയിൽ ഉൾപ്പെടാനാണോ നമ്മൾ പരിശ്രമിക്കേണ്ടത്?
അതല്ല അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിലേക്ക് ഉൾപ്പെടാനും അതിലേക്ക് ചേർന്ന് നിൽക്കുവാനുമാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഇന്ന് നമുക്കറിയാം, അബുൽ ഹസൻ അലി നദവി റഹിമഹുല്ല ഇന്ത്യയിൽ ജീവിച്ച ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. മാദാ ഖസിറൽ ആലം ബിൻ ഹിതാത്തിൽ മുസ്ലിമീൻ എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. മുസ്ലിങ്ങളുടെ അപജയം കൊണ്ട് ഇന്ന് ലോകത്തിന് നഷ്ടപ്പെടുന്നത് എന്താണ് എന്നാണ് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിം ഉമ്മത്ത് ഒരു ദിവസം ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് അത് അവരുടെ ആവശ്യത്തിനായിരുന്നെങ്കിൽ അത് ഏറ്റവും ഉത്തമമായൊരു മാതൃക ലോകത്തിന് സമർപ്പിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് അവരുടെ ആഘോഷങ്ങൾക്കും അവരുടെ വിവാഹ സദ്യകൾക്കും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അവർ ചെലവഴിക്കുന്ന വിവാഹ സദ്യകളിലും ഭക്ഷണങ്ങളിലും അവർ വലിച്ചെറിയുന്ന വേസ്റ്റ് മാത്രം ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അവർക്കിടയിൽ തന്നെ വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള സമ്പത്ത് അതുകൊണ്ട് ഉണ്ടാകി തീരുമായിരുന്നു എന്നാണ്. എത്രയാണ് നമ്മൾ വേസ്റ്റാക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായി പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. സമൂഹം എങ്ങോട്ടാണോ ഒഴുകുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒഴുകുന്ന പൊങ്ങുതടികളായി മാറേണ്ടവരല്ല വിശ്വാസികളും മുസ്ലിങ്ങളുമായ ആളുകൾ. നമ്മൾ ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ്. വിവാഹത്തിൻ്റെ മുന്നോടിയായി തന്നെ എന്തൊക്കെ പൊങ്ങച്ച പ്രകടനങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൂം ഷോവർ എന്ന പേരിലാണ് വരനും വധുവിനും വിവാഹത്തിന് മുമ്പേ തന്നെ ഒരുക്കുന്ന പ്രത്യേകമായ പാർട്ടിയുടെ പേരാണത്. അതിനെ പ്രത്യേകം കേക്ക് മുറിക്കണം, അലങ്കാര വസ്ത്രങ്ങൾ അണിയണം, അതിൽ ഫോട്ടോഷൂട്ട് ഉണ്ടാകണം, എന്നിട്ട് അത് റീലും സ്റ്റാറ്റസുമാക്കി സമൂഹ മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തി മാലോകരെ അറിയിക്കുന്ന ഒരു രീതി. ഇതില്ലെങ്കിൽ വിവാഹ നടത്തിപ്പിൻ്റെ മാർക്ക് കുറഞ്ഞു പോകും സമൂഹത്തിൽ എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഇതൊക്കെ ഓരോരുത്തരിങ്ങനെ ഈ പരിപാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന വിവിധങ്ങളായ ആചാര വൈകൃതങ്ങളാണ്. രംഗോലി ഇല്ലാതെ വിവാഹം കളർഫുള്ളാവുകയില്ല എന്നാണ് ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില്ലെങ്കിൽ എന്ത് കല്യാണ വാപ്പ അമ്മ എന്നാ പറയുന്നത്. മതബോധമുള്ള മാതാപിതാക്കൾ വരെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടാൽ ഇപ്പം എന്താ ചെയ്യുക? ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ അവരുടെ മനസ്സുകൾക്ക് സാധിക്കാത്ത വിധം അവർ അതിന് നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. വധു പല വിധത്തിലുള്ള വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നു. അതേപോലെ തന്നെ പല നിറങ്ങൾ വധുവിൻ്റെ കൂട്ടുകാരികളും ബന്ധുക്കളുമൊക്കെ മുഖത്ത് വാരി തേക്കുന്നു. കളർഫുൾ കേക്ക്, കളർഫുൾ ഡ്രിങ്ക്സ്, അതേപോലെ തന്നെ വർണ്ണാഭമായ ഫുഡ് ഐറ്റംസും ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നിരത്തി വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കലും തിന്നലും വാരി വിതറലും. എന്താവശ്യമാണ് ഇതിനുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. വിശന്നാൽ ഭക്ഷണം കഴിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അതും ഒരു പാകത്തിന് മതി എന്ന് പഠിപ്പിച്ച ദീനിൻ്റെ അനുയായികളാണ് നമ്മളെന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അല്ലാഹ് ഈ പറഞ്ഞ പൊങ്ങച്ചത്തിനും ദുരഭിമാനത്തിനും വേണ്ടിയാകുന്നു. നമ്മൾ മനസ്സിലാക്കുക. ഇത്തരം കോപ്രായങ്ങൾ അല്ലാഹു എത്ര ഇടങ്ങളിലാണ് ഇങ്ങനെയുള്ള മനസ്ഥിതിയുള്ള മനുഷ്യരെ കുറിച്ച് പറഞ്ഞതെന്നോ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. പൊങ്ങച്ചെന്നടിക്കുന്ന ദുരഭിമാനികളായ ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതാണ്. നിങ്ങളത് അല്ലാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ്
ഇസ്ലാം നമ്മെ ഉണർത്തുന്നത്, അള്ളാഹു നമ്മോട് പറയുന്നത്. ഇനി നോക്കൂ, എങ്ങനെ എത്രയെത്ര ഈ രംഗത്തുള്ള ഈ ആഭാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹൽദി എന്ന പേരിലുള്ള ഒരു മഞ്ഞക്കല്യാണമുണ്ട്. അത് ലാസിമാണ് വിവാഹത്തിന്. അതില്ലാതെ വിവാഹം എന്ന് പറയാൻ പാടില്ല എന്നാണ്. ഈ ചടങ്ങിനൊക്കെ എന്തൊക്കെ വൈകൃതങ്ങളാണ് അതിൻ്റെ പേരിൽ നടത്തുന്നത്. അറേബ്യൻ നൈറ്റ് എന്ന പേരിലുള്ള വേറൊരു സ്റ്റൈലും കൂടി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പുതിയ പുതിയ രീതികളിലാണ്. പണമില്ലേ, എങ്ങനെയൊക്കെയാണ് ഇത് ചെലവഴിക്കേണ്ടത് എന്ന് അറിയാത്ത വിധത്തിലാണ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ധനം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹരംഗത്തുള്ള ആഭാസങ്ങൾ സകല സീമകളെയും അതിലംഘിച്ചുകൊണ്ട് ഇവിടെ നൃത്തമാടുന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാന്റെ റസൂൽ നമ്മളോട് പറഞ്ഞ എന്താണോ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ തർക്കുഹു മാ ലാ യഅനീഹി. ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ഇസ്ലാമിക ജീവിതം അത് നന്നായിട്ടുണ്ട് എന്നതിൻ്റെ അടയാളം അവന് ചേരാത്ത, അവന് യോജിക്കാത്ത, അവന് പറ്റാത്ത എല്ലാ ശീലങ്ങളെയും ശിഷ്ടങ്ങളെയും പെരുമാറ്റങ്ങളെയും സംസ്കാരങ്ങളെയും സ്വഭാവങ്ങളെയും അവൻ ഒഴിവാക്കലാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിചാരിച്ചത് വേറെല്ലാവരും ഒഴിവാക്കി വലിച്ചെറിഞ്ഞ ഇതേപോലുള്ള ആഭാസങ്ങളെ അത് വാരിക്കൂട്ടിയാലേ നമ്മുടെ ഇസ്ലാം പൂർത്തിയാവുകയുള്ളൂ എന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സഹോദരങ്ങളെ, ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ നല്ല ഗൗരവത്തോടുകൂടി ആലോചിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. വലീമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഹക്കാണ്. ഒരിക്കൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൽ വലീമ ഹഖുൻ. വലീമത്ത്, വിവാഹ സദ്യ എന്നുള്ളത്, വിവാഹം കഴിക്കുന്ന ആള് തൻ്റെ ബന്ധുമിത്രാദികൾക്കും അയൽപക്കക്കാർക്കും കൂട്ടുകുടുംബങ്ങൾക്കുമൊക്കെ നൽകേണ്ട വിവാഹത്തോടനുബന്ധിച്ചൊരു ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നൽകാത്തവരോട് നൽകണമെന്ന് പറഞ്ഞു. ഒരിക്കൽ തൻ്റെ ഉത്തമ ശിഷ്യഗണങ്ങളിൽ ശ്രേഷ്ഠനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, റസൂലേ ഞാൻ വിവാഹിതനായി എന്ന് പറഞ്ഞ് അറിയിച്ചപ്പോൾ റസൂല് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഔലിം വലോ ബിഷാത്ത്, ഒരു ആടിനെ അറുത്തെങ്കിലും നീ വിവാഹ സദ്യ കൊടുക്കണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂല് കൊടുത്തതോ നോക്കൂ, ലമ്മ തസവ്വജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹയെ റസൂലുള്ള വിവാഹം കഴിച്ചപ്പോൾ ഔലമ ബിഷാത്തിൻ, ഒരു ആടിനെ അറുത്തിട്ടാണ് റസൂല് വിവാഹ സദ്യ നടത്തിയത്. വലമ്മ ബുനിയ ലി സഫിയ റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചപ്പോഴോ ഔലമ ബി തംറിൻ വ അഖിത്തിൻ വ സമനിൻ, ഈത്തപ്പഴം കൊണ്ട്, പാൽക്കട്ടി കൊണ്ട്, നെയ്യ്, ഇതൊക്കെ കൂടിയിട്ടുള്ള വസ്തുക്കളെ കൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിവാഹ സദ്യ ഒരുക്കിയത് എന്ന്. വ ഔലമ ബി ബാദി നിസാഇഹി ബി മുദ്ദൈനി മിൻ ശഅീർ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മുദ്ദ് ബാർലി കൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ സദ്യ നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ എത്ര ചെലവ് വരും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നാൽ ഈ വിഷയത്തിൽ ഇസ്ലാം എല്ലാവർക്കും അനുയോജ്യമായ, നടപ്പിലാക്കാൻ പറ്റാവുന്ന പ്രായോഗികമായ ഒരു മതമാണ് എന്ന നിലക്ക് സമ്പന്നരായ ആളുകൾക്ക് എല്ലാ നിലക്കും നല്ല രീതിയിൽ വിവാഹ സദ്യ നൽകുന്നതിനൊന്നും ഇസ്ലാം എതിരല്ല. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് തൻ്റെ നൈലുൽ ഔത്താർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഖാദി അയ്യാലിനെ ഉദ്ധരിക്കുന്നുണ്ട്. വഖാലൽ ഖാദി അയ്യാൽ വഅജ്മഉ അലാ അന്നഹു ലാ ഹദ്ദ ലി അക്സരി മാ യുലമു ബിഹി വമാ അഖല്ലഹു കദാലിക്. വലീമത്ത് സദ്യക്ക് വേണ്ടി നിങ്ങൾ എത്ര വരെ ചെലവഴിക്കാം എന്നതിനൊരു പരിധി നിർണയിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രവാചക വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഏറ്റവും കുറച്ചെത്രയാണ് എന്നതിനും ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ല. പിന്നെന്താ, മഹ്മാ തയസ്സറ അജ്സഹു, ഒരാൾക്ക് സാധ്യമാകുന്ന എത്രയാണോ അത്ര കൊടുക്കുന്നതിന് വിരോധമില്ല. വൽ മുസ്തഹബ്ബു അലാ ഖദ്രി ഹാലി സൗജ്, വരനാണല്ലോ അത് കൊടുക്കുന്നത്, വരൻ്റെ സാമ്പത്തിക സൗകര്യമനുസരിച്ചാണ് ഇത് അവൻ കൊടുക്കേണ്ടതും അത് ചിട്ടപ്പെടുത്തേണ്ടതുമെന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്.
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളതുപോലെ വലിയ വലിയ ഓഡിറ്റോറിയങ്ങളോ കൺവെൻഷൻ സെന്ററുകളോ അതേപോലെ വലിയ ഹാളുകളോ ഒന്നുമില്ല. അവർ വലീമത്ത് കൊടുത്തിരുന്നത് അവനവൻ്റെ വീട്ടിലും വീട്ടുമുറ്റത്തൊക്കെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും 2-3 ദിവസങ്ങളിലൊക്കെ വലീമത്ത് നടത്തിയിരുന്നു. ഒരു വീട്ടിലും വീടിൻ്റെ പരിസരത്തൊക്കെ എത്ര ആൾക്കാരെ അപ്പോൾ പങ്കെടുപ്പിക്കാൻ കഴിയുക? അത് ചെറിയ വീടും പരിസരമൊക്കെ ആണെങ്കിൽ എത്ര ഉണ്ടാകും? ഇന്ന് നമുക്ക് ഇതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ റസൂല് 2-3 ദിവസമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് കരുതി ഇതേപോലെയുള്ള വാരി വിതറലുകൾ വലാ തുബദ്ദിർ തബ്ദീറാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ, നിങ്ങൾ ദൂർത്തടിക്കരുത്, ദുർവ്യയം ചെയ്യരുത്. അത് ഒരു ദിവസം കൊണ്ട് നിൽക്കുന്നില്ല, 2 ദിവസം കൊണ്ട് നിൽക്കില്ല, 3 ദിവസം കൊണ്ട് നിൽക്കുന്നില്ല. ചിലരൊക്കെ 7 ദിവസം വരെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള ഇബാറത്തും കൊണ്ട് വന്നിട്ട് ഇത് അങ്ങനെ ഈ വിഷയത്തിൽ ലക്കും ലഗാനുമില്ലാതെ ചെലവഴിച്ച് ദൂർത്തടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കിട്ടുന്നതോ അള്ളാഹുവിൻ്റെ ശാപം, അവൻ്റെ കോപം. അള്ളാഹു ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ. അനസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ഖാല തസവ്വജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചപ്പോൾ വജഅല ഇത്ഖഹ സദാഖഹ, അവരുടെ മഹറായി നിശ്ചയിച്ചത് അടിമത്വത്തിൽ നിന്നുള്ള അവരുടെ മോചനമായിരുന്നു. വജഅലൽ വലീമ സലാസത അയ്യാം, സഫിയ റളിയല്ലാഹുവിൻ്റെ വലീമത്ത് 3 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. പ്രവാചകന്റെ വീട്ടിൽ വലീമത്തിന് ക്ഷണിച്ചാൽ ആളുകൾ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് പോകാതിരിക്കുന്നതിൻ്റെ പേരിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായി. വലീമത്ത് സദ്യയായിട്ട് ബന്ധപ്പെട്ടാണ് ഖുർആന്റെ ആയത്ത് അവതീർണമായത്. റസൂലിന് ഇടങ്ങേറുണ്ടാക്കുന്ന വിധത്തിൽ നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിച്ചാലും പിന്നെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കരുത്, പ്രവാചകൻ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നോക്കൂ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വിവാഹ സദ്യകൾ 2-3 ദിവസങ്ങളൊക്കെ റസൂൽ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ തെളിവുണ്ട്. നമ്മളിത് വലിയ വലിയ ഹാളുകളിലും അതേപോലെ തന്നെ കൺവെൻഷൻ സെന്ററുകളിലും സൗകര്യമുള്ള വലിയ ഇടങ്ങളിലും ഇങ്ങനെയുള്ള ആയിരങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഗതി നടത്തണമെന്നില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് തബ്ദീറിൻ്റെ പരിധിയിൽ എത്തുന്ന വിധത്തിലുള്ള ഒരു ചെലവഴിക്കലും ഒരു മുസ്ലിമിൽ നിന്നുണ്ടാകാൻ പാടില്ലെന്നാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലമ അലാ സൗജത്തിഹി സൈനബ്, നബിയുടെ പത്നി സൈനബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹവേളയിൽ വിവാഹ സദ്യ നടത്തിയിരുന്നത് ബിലഹമിൻ വ ഖുബ്സിൻ, മാംസവും റൊട്ടിയും കൊടുത്തുകൊണ്ടാണ്. ഇന്ന് നമ്മൾ ഒരു പാർട്ടിക്ക് പോയാൽ ഏതാണ് തിന്നേണ്ടത് എന്നറിയാതെ നമ്മൾ തന്നെ അന്തം വിട്ടു നിൽക്കുന്ന വിധത്തിലുള്ള വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒരു നേരം വിശപ്പടങ്ങുന്നത് വരെ ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വയോവൃദ്ധന്മാരുണ്ട്. ദാഹിച്ചാൽ ദാഹജലമില്ലാത്ത കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. ഇവരെയൊക്കെ ഓർത്തുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വിവാഹ സദ്യ നടത്തി കടക്കാരാകുന്ന അവസ്ഥയും ചിലപ്പോഴൊക്കെ നമ്മൾ സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനൊരു സുന്നത്ത് ആരാ നമ്മളെ പഠിപ്പിച്ചത്? അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ രംഗത്തും പ്രവാചക പാഠങ്ങളെ മാതൃകയാക്കി ചേർത്ത് വെക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അവ നടപ്പിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വിവാഹസദ്യയിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ റസൂൽ പ്രത്യേകമായി പരിഗണിക്കാൻ പറഞ്ഞ ചില ആളുകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. റസൂൽ പറയുന്നു, ശർറു ത്വആം ത്വആമുൽ വലീമ തുദ്ആ ലഹൽ അഗ്നിയ വ തുത്റകുൽ ഫുഖറ. ഏറ്റവും മോശമായ വിവാഹ സദ്യ. ഈ ഹദീസ് കേൾക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ട എന്താണ്?
നമ്മൾ കൊടുക്കുന്ന വിവാഹ സദ്യ ഏറ്റവും മോശമാകാൻ പാടില്ല, ഏറ്റവും നല്ലതാകണമെന്നാണ്. മോശമായത് റസൂല് പറഞ്ഞത് ധനാഢ്യരെയും സമ്പന്നരെയും മാത്രം വിളിക്കപ്പെടുകയും ദരിദ്രർ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന വിവാഹ സദ്യയാണ് ഏറ്റവും മോശമായ വിവാഹ സദ്യയാണ്. ബിഇസ ത്വആം ത്വആമുൽ വലീമ യുദ്ആ ഇലൈഹ ശബ്ആൻ വയുഹബസു അൻഹുൽ ജിആൻ. എത്ര മോശമായ വലീമ സദ്യയാകുന്നു. വിശപ്പില്ലാത്തവൻ ക്ഷണിക്കപ്പെടുകയും വിശന്ന് വലഞ്ഞവൻ തടയപ്പെടുകയും ചെയ്യുന്ന വലീമ സദ്യകൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ശർറു ത്വആമി ത്വആമുൽ വലീമ യംനഉഹാ മൻ യഅതീഹ. സദ്യക്ക് വരാൻ കൊതിക്കുന്ന ആളുകളെ സദ്യയിൽ നിന്ന് തടയുന്ന വിവാഹ സദ്യ. വയുദ്ആ ഇലൈഹാ മൻ യഅബാഹ. ആവശ്യമില്ലാത്ത വരാൻ തയ്യാറില്ലാത്ത ആളുകളെ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ട് വിളിച്ചു നടത്തുന്ന വിവാഹ സദ്യ. ഇതൊക്കെ ഭക്ഷണത്തിന് ആവശ്യമുള്ള ആളുകൾ, അവരെ നമ്മൾ പരിഗണിക്കണം, അവർക്ക് പ്രത്യേകം അതിലേക്ക് ക്ഷണം നൽകണം എന്നൊക്കെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ നമ്മെ ഉപദേശിക്കുന്നത്. നമ്മൾ എന്ത് നടത്തുകയാണെങ്കിലും വിവാഹം എന്നത് ദീനിൻ്റെ ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മതപരമാണ്. നമ്മൾ ചെയ്യുമ്പോൾ പരലോകത്ത് പ്രതിഫലം കിട്ടുന്നതാണ്. അള്ളാഹിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക കൂലിയുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ ഈ രംഗത്തൊക്കെ നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ അതിനും പ്രത്യേകം നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ഇസ്ലാമിക സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ളവരുടെ ഗണത്തിൽ ഉൾപ്പെടാനാണ് ഈ രംഗത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാധാന്യപൂർവ്വം ഒരു കാര്യം ഉണർത്താനുള്ളത്, നിങ്ങളിൽ മിക്കവാറും എല്ലാവരും ചെയ്തിരിക്കും. നമ്മുടെ എന്യൂമറേഷൻ ഫോമുകൾ കൃത്യമായി പൂരിപ്പിച്ച് നമ്മുടെ BLOമാരെ അത് ഏൽപ്പിക്കുകയും വേണ്ട എല്ലാ നടപടിക്രമങ്ങളും എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹുവേ, നിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. വലിയ പരീക്ഷണങ്ങളിൽ നിന്നും അതേപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമയും മനഃശാന്തിയും പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.